സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തഖ്വ നേടിയെടുക്കാൻ നമുക്ക് നൽകിയിട്ടുള്ള അവസരമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്. ആ നോമ്പ് നമ്മുടെ മേലെ നിർബന്ധമാക്കിയ മാസമാണ് റമളാൻ. നാം അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മാസം അപ്പുറത്തേക്ക് നാം റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. സലഫുകൾ പറയാറുള്ള ഒരു വാക്ക് കാണാം, ഷഹ്റു റജബിൻ ഷഹ്റുൽ ലിസ്സർ. റജബ് മാസം എന്നുള്ളത് അത് വിത്ത് പാകേണ്ട മാസമാണ്. വശഅബാൻ ഷഹ്റുൽ ലിസ്സഖി ലിൽസർ. ഈ ശഅബാൻ എന്നുള്ളത് ആ വിത്ത് പാകിയതിലേക്ക് വെള്ളം നനയ്ക്കേണ്ട മാസമാണ്. റമളാൻ ഷഹ്റു ഹസാദിസ്സർ. റമളാൻ എന്നുള്ളത് അതിന്റെ വിളവ് കൊയ്തെടുക്കേണ്ട മാസമാണ്. ആ റമളാന് വേണ്ടി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. റജബിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മൾ മനസ്സുകൊണ്ട് റമളാനിലേക്ക് ഒരുങ്ങേണ്ടതുണ്ട്. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച്, സുന്നത്തായ നോമ്പുകൾ നോറ്റ്, ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച്, ദിക്റുകൾ വർദ്ധിപ്പിച്ച് ആ റമളാനിന് വേണ്ടി മനസ്സും ശരീരവും ഒരുക്കേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ ആരംഭിക്കുകയല്ല, റമളാനിൽ നമ്മൾ തുടങ്ങുകയല്ല, റമളാനിൽ നന്നാവുകയില്ല. സലഫുകൾ പറയാറുള്ളത് പോലെ മൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. റമളാനിന് മുമ്പ് സ്വന്തത്തെ നന്നാക്കിയവന് ആശംസ എന്ന് പറഞ്ഞത് കാണാം. അത് റമളാനിന് മുമ്പ് ആ റമളാനിലേക്ക് ഏറ്റവും ത്വയ്യിബായ, ഏറ്റവും വിശിഷ്ടമായ അവസ്ഥയിൽ പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നാം അതിന് ഒരുങ്ങേണ്ടതുണ്ട്. ശഅബാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനും ധാരാളം സുന്നത്ത് നോമ്പ് എടുക്കാനും സാധിക്കുന്ന രീതിയിൽ ഒരുങ്ങേണ്ട, തീരുമാനങ്ങൾ എടുക്കേണ്ട, നിയ്യത്തിനെ പുതുക്കേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.